അപ്പൊ അങ്ങനെ നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് കണ്ടേക്കാനാണ് ബിഗ് ബോസിന്റെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ അങ്ങനെ ജബ്രിയായിട്ട് അവിടെ കിടന്നിട്ട് എന്താണ്ടൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇവർ രണ്ടും കൂടെ. എനിക്ക് ഇവർ രണ്ടും കണ്ടിടത്തോളം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവര് പക്ക ഒരു ലവ് ട്രാക്ക് എന്നുള്ള പരിപാടിനകത്താണ് ഇവർ പോയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് ഇവർ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ ഇവര് ഭയങ്കര ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനത്തെ പരിപാടിയോ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരൊരു ലവ് ട്രാക്ക് എന്നുള്ള ആ ഒരു രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ ഭയങ്കര അഗാധമായ പ്രണയത്തിലാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നത്. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഗെയിമിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇവർ തമ്മിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രീതിക്ക് അങ്ങനെ വരത്തി തീർക്കാനായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ചെയ്തു കൂട്ടുന്നുണ്ട്. കാര്യം ഇതൊന്നും കണ്ടിട്ട് അതായത് ഇപ്പം നമ്മുടെ മുന്നത്തെ ബിഗ് ബോസുകളൊക്കെ കണ്ടേക്കണ ഒരാൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരാളോട് ചെന്നിട്ട് ഇങ്ങനെ രീതിക്കൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പുറത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു കോംബോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലവ് ട്രാക്ക് അങ്ങനത്തെ രീതിക്കൊക്കെ പോവും എന്നുള്ള സാധനം ചിന്തിക്കാവുന്ന ഒരു കോമൺ സെൻസ് ഉള്ള അത് ഏതൊരു ഇത്തിരി ബുദ്ധിയുള്ള ഒരാൾക്കുവാണെങ്കിലും ചിന്തിച്ചെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ടും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ അതൊരു ലവ് ട്രാക്കായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അതിന് ഭയങ്കര ജെനുവിനിറ്റിയോ അങ്ങനത്തെ പരിപാടി എന്നുള്ള ഇതൊന്നുള്ള ഇത് ചുമ്മാ അതായത് പക്ഷേ അവരൊരു കോംബോ ആയത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ആ ഒരു കോംബോ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ഇപ്പം ഗബ്രി ആണെങ്കിലും ഗബ്രിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറി വരുന്നത്. ജാസ്മിൻ ഫസ്റ്റ് തൊട്ടേ നല്ല പവറാണ്, പക്ഷെ ഗബ്രി അത്യാവശ്യം കയറി ഇങ്ങനെ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇവർ രണ്ടുപേരും കൂടെ ഈ കോംബോ ആകുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും കളിക്കാനൊന്നും പറ്റില്ല. ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് കളിക്കാൻ നേരത്തെ അവർക്ക് ഇങ്ങനെ അതായത് നീ എൻ്റെ ഫ്രണ്ട് ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നോട് അങ്ങനെ പറയും എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും ഇവരെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പം ആ ഒരു വിഷയം ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണൊക്കെ നോക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ മറ്റേ റെനീഷയും അതേപോലെ തന്നെ മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ സെറീനയൊക്കെ ആയിട്ടുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് നിന്നുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ ഗെയിം കളിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ ഈ കോംബോ ആകുമ്പോഴത്തേക്കും തന്നെ പ്രശ്നം അതാണ്, ഇവരുടെ ഗെയിം പേഴ്സണൽ ഗെയിം അങ്ങ് ഡൗൺ ആയി പോകും. അപ്പോൾ എനിക്ക് ഈ കോംബോകൾ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര വലിയ താല്പര്യമൊന്നുമില്ല. വല്ല മാസ് കോംബോയൊക്കെ തന്നെയാണെങ്കിൽ അത് പിന്നെ നമുക്ക് കണ്ടിരിക്കും. ലവ് ട്രാക്കൊക്കെ അയ്യോ അതും പിന്നെ ഉള്ളതാണെങ്കിൽ പിന്നെ പറയും ഇവരൊന്ന് പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞുകൂടെ നോക്കൂല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇപ്പം എന്തായാലും ഇവരെ കോംബോന്റെ പേരൊക്കെ ഇട്ട് ജബ്രി എന്നൊക്കെയാണ് പേരിട്ട് വെച്ചേക്കാണ്. എൻ്റെ പൊന്നെ ഇത്രയും വൃത്തിയായിട്ടൊരു കോംബോന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല വേറെ. അതായത് ഇപ്പോൾ നമ്മുടെ ശ്രീനിഷ് ആണെങ്കിലും ദിൽറൂബ് ആണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടായി, ഇതെന്തോന്ന് ജബ്രിയോ ഒരുമാതിരി വേറെന്തിൻ്റെ പേരൊക്കെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജബ്രി കോംബോ ഇപ്പോൾ ഭയങ്കര ഇതായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എല്ലാവരും അതായത് കോംബോ ലവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ ഒരു കോംബോ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ജാസ്മിനെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു കോംബോനുള്ള ട്രാക്ക് മണക്കുന്നു. അപ്പോൾ എന്തായാലും ജബ്രി അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രതീഷ് വന്നിട്ട് ജബ്രീനെ പൊളിക്കാനായിട്ടുള്ള കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ രതീഷിന് മനസ്സിലായി ഇവർ തമ്മിൽ ഇങ്ങനെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കുറെ സ്ക്രീൻ സ്പേസ് അങ്ങോട്ട് പോകും. അപ്പൊ പുള്ളിക്കാരന്റെ സ്ക്രീൻ സ്പേസിന് അവിടെ ഭയങ്കര രീതിക്കുള്ള മോശമായിട്ടുള്ള പരിപാടികൾ, മോശമല്ല സ്ക്രീൻ സ്പേസ് ഒരുപാട് ഇവർ കൺസ്യൂം ചെയ്യണോണ്ട് തന്നെ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ രതീഷ് ബുദ്ധിപരമായിട്ട് ചെന്നിട്ട് ആ കോമ്പോന്റെ ഇടയിൽ കയറാൻ നോക്കിയ രീതിക്കാണ് എനിക്കത് കണ്ടപ്പോഴേക്കുന്നത്. ഞാൻ നിന്റെ ആങ്ങളെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ജാസ്മിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിലേക്ക് ആരൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ ഇന്നത്തെ രതീഷിനെ കുറച്ചൊന്ന് പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് അതായത് രതീഷ് ഫാൻസ് ഒക്കെ ഒന്ന് ഇതായിട്ടിരുന്നു. അതായത് രതീഷിനെ പറ്റി കുറച്ച് പറയാനുണ്ട്, ഞാൻ വരുമ്പോ പറയാം. അപ്പൊ എന്താണെങ്കിൽ ഈ ജബ്രിയുടെ ഇടയിൽ രതീഷ് കയറാൻ നോക്കി അവസാനം ജാസ്മിൻ കടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് പൊട്ടിത്തെറിച്ചു. അതായത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാതൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ എന്തിനാണ് വെറുതെ ഈ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കണത് എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ തമ്മിൽ ഇപ്പൊ അതിൻ്റെ ഉള്ള ലവ് ട്രാക്കാണ് പണിയാൻ നോക്കണമെങ്കിൽ നിങ്ങൾ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ പണിയുക. അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ടാണ്, ബ്രദറാണ്, മറ്റതാണ്, മറിച്ചാണ്, കുഞ്ഞമ്മയുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ വന്നിട്ട് ഈ കിടന്ന് കളിച്ചിരിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ രതീഷിന്റെ സുരേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊരു വലിയൊരു ഘടകമാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. ചിലപ്പോൾ രതീഷിനെ പിടിച്ച് പുറത്താക്കാൻ വരെ ഈ ഒരു സംഭവത്തിന് കൊണ്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ മനസ്സാണെന്നൊക്കെയുള്ള രീതിക്കൊക്കെ ഒരുമാതിരി തോന്നിവാസം വർത്താനം അതിനകത്തിരുന്ന് പറഞ്ഞ് ഇമാതിരി വർത്താനമൊക്കെ പറയണതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം പോലും ഇങ്ങനെ തലയ്ക്കകത്തില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി അത് കണ്ടപ്പോഴത്തേക്കും. കാര്യം ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ രീതിക്കുള്ള ജെൻഡേഴ്സും അതിൻ്റെ ഉള്ളിൽ വരും. അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും പല രീതിക്കുള്ള ജെൻഡേഴ്സ് അതിൻ്റെ ഉള്ളിൽ വരും.
അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജാൻമണി ആണെങ്കിലും അതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റീനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് വന്നേക്കണത് LGBT കമ്മ്യൂണിറ്റീനെ അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് വന്നേക്കണതാണ്. അപ്പൊ എന്താണെങ്കിലും ഇവരെ ഓരോരുത്തരും ഇപ്പൊ ഈ നമ്മുടെ രതീഷ് പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ സുരേഷിനെ പറ്റി, അതായത് പുള്ളി എന്നെ ഇങ്ങനെ പെണ്ണിന്റെ പോലെയാണ് നോക്കുന്നത്, അതുകൊണ്ട് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പറഞ്ഞത്? അതായത് വെറുതെ ഒരാളെ പറ്റി ഇപ്പൊ അവനവന്റെ ഇഷ്ടമാണ്, അവനവൻ ഏത് ജെൻഡർ ചൂസ് ചെയ്യണം അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. അല്ലാണ്ട് ഇപ്പൊ രതീഷ് പറയാനാണ് അയാളതാണ് പെണ്ണാണ് അയാൾ എന്നൊക്കെ പറയാനായിട്ട് രതീഷ് ആരാണ്? അവരല്ലേ പറയേണ്ടത് അവരേത് ജെൻഡറാണെന്ന്. അതായത് ഇപ്പൊ സുരേഷാണ് പറയേണ്ടത് അയാൾ ഏത് ജെൻഡറാണ്. അയാൾക്ക് അത് പറയാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ അയാൾ പറയുകയില്ല, അയാളോട് ചോദിക്കാനും പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഈ രതീഷ് വെറുതെ ആവശ്യമില്ലാത്ത ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ ലാസ്റ്റ് ഇന്ന് ഫുൾ അത് കൊളമായി എന്ന് തന്നെ വേണം നമുക്ക് പറയാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് പിന്നെ ഉണ്ടായിരുന്ന പ്രാങ്ക് പരിപാടികൾക്ക്, പ്രാങ്ക് എന്നൊക്കെ പറയാം. എൻ്റെ പൊന്നോ, നമ്മുടെ സുരേഷിന്റെ മോതിരം പോയി കഴിഞ്ഞിട്ട് ഇനി കരയണ എൻ്റെ ഭാര്യ തന്ന മോതിരമാണേ എല്ലാവരും നോക്കിയെടുത്തിട്ട് തന്നെ പിന്നെ പെട്ടി നോക്കുന്നു എന്തൊക്കെയാണ്. എനിക്കത് നല്ല ബോറായിട്ടാട്ടോ തോന്നി. ഈ പ്രാങ്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എന്തായാലും ഫേക്കാണ്. ലാസ്റ്റ് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് പിരിയാനായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ എന്തിനാണ് ഇരിക്കണേ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചലഞ്ച് ഉണ്ടായി, എൻ്റെ പൊന്നോ ബോറ് ചലഞ്ച്. അപ്പോൾ ആ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവർ റൂമിനകത്ത് എല്ലാവരെയും പിടിച്ചവിടെ നിർത്തും. എന്നിട്ട് അവരെ എന്തെങ്കിലും റിയാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ കിടന്ന് ശ്രമിക്കും. അപ്പോൾ അതിനകത്ത് എൻ്റെ റിയാക്ഷൻ ഒരാളെന്തോ വരുത്തിയെന്ന് തോന്നുന്നു, യമുന റാണീനെന്തോ. അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല വീക്ക് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഇത്രയും കൂടെ ടഫ് ആകണോ, ഇത് എന്തുകൊണ്ട് ടാസ്ക്കാണ്. അതായത് വെറുതെ അവർ വന്നിട്ട് ഒരു പിയും കൊടുത്ത് കുറേ പല്ലും കൊടുത്ത് കുറേ മുടിയും കൊടുത്തിട്ട് അവരവിടെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ പരമാവധി ഒഴിവാക്കാമെന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷനും പരിപാടിയൊക്കെ ഉണ്ടായത്. ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ എല്ലാവരും ജിൻഡോനെയാണ് നമ്മുടെ പവർ ടീം എല്ലാവരും കൂടെ ചൂസ് ചെയ്തത്. അപ്പോൾ ജിൻഡോനെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് ജിൻഡോ പോകേണ്ട ഒരു ആളായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. കാര്യം പുള്ളി പറഞ്ഞ ആ ഒരു വർത്താനം ഉണ്ടല്ലോ, യമുന റാണീനോട് പറഞ്ഞല്ലോ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ബോഡി കാണിച്ചു തരാമെന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ്റെ ഡയലോഗ് അടിച്ചില്ല. അതൊരു വൃത്തിയായിട്ട ഡയലോഗ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പോകേണ്ട ആളാണ് ജയിലിനകത്തേക്ക്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ രതീഷിനെ ചൂസ് ചെയ്ത്. അപ്പോൾ രതീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാവരെയും അത്യാവശ്യം നല്ല രീതിക്ക് വെറുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരാളാണ് രതീഷ്. അതുകൊണ്ട് തന്നെ രതീഷിനെ എല്ലാവരും ചൂസ് ചെയ്തത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രതീഷിനെ ചൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ അൻസിബ പറഞ്ഞൊരു കാര്യം, അൻസിബ എടുത്ത് പറഞ്ഞ, അതായത് അൻസിബേനോടാണ് രതീഷ് നേരത്തെ ഇരുന്നിട്ട് പറഞ്ഞത് സുരേഷ് പെണ്ണാണെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ പെണ്ണാണെന്നുള്ള തോന്നണ്ടെന്നുള്ള രീതിക്കുള്ള സംഭവം പറഞ്ഞത്. അപ്പൊ ഈ ഒരു സംഭവം അൻസിബ എടുത്ത് ഗെയിമായിട്ട് ഉപയോഗിച്ചു. എന്തായാലും അൻസിബയുടെ നല്ലൊരു ഗെയിമായിട്ട് തന്നെ നമ്മൾ ആ ഒരു സാധനം പറയണം. കാര്യം ഇങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ അൻസിബയ്ക്ക് രക്ഷിക്കാറുണ്ട്. ആ രക്ഷിക്കലും പോട്ടെ, അൻസിബയ്ക്ക് വേണമെങ്കിൽ അതൊന്ന് വിട്ട് കളയാറുണ്ട്. പക്ഷെ പുള്ളി അത് വിട്ട് കളഞ്ഞില്ല. പുള്ളിക്കാരി അത് കറക്കി എടുത്തിട്ട് പണി കൊടുത്ത്. അത് നമ്മളെ രതീഷിന് നല്ല 8ന്റെ പണിയാണ് അത് വെച്ച് കിട്ടിയത്. അല്ലെങ്കിൽ പുള്ളിക്കാരെ മിക്കവാറും ഔട്ടാവാൻ തന്നെ ഈ ഒരു സംഭവം കൊണ്ട് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അമ്മാതിരി വൃത്തിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ്റെ വായെന്ന് വന്നത്. പുള്ളിക്കാരെ അതായത് ഇപ്പൊ അൻസിബ വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രതീഷ് സുരേഷ് ഗേ ആണെന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ രതീഷ് ആടി എണീറ്റ് പിന്നെ പുള്ളിക്കാരൻ്റെ അവിടെ കുറെ ഷോ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ബിഗ് ബോസ് ചീത്ത പറയുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ രതീഷ് കിടന്ന് ഈ ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ നല്ല രീതിക്ക് ഓഫർ ആവുന്നുണ്ട് കേട്ടോ. അതായത് ഈ അമിതമായാൽ അമൃതം വിഷം എന്നൊക്കെ പറയൂലേ, അതേപോലെയാണ് ഈ രതീഷിന്റെ കാര്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. കാര്യം അത്യാവശ്യം ഇമേജ് കോൺഷ്യസ് അല്ല, അങ്ങനെയുള്ളവരെയാണ് എനിക്കിഷ്ടം. ഇമേജ് കോൺഷ്യസ് അല്ലാണ്ട് കളിക്കുന്നവരെയാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് രതീഷ്. പക്ഷേ പുള്ളിയുടെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരൻ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറയണോണ്ട് തന്നെ അതൊരു രസമായിട്ട് അത് തോന്നുന്നത് കാണുമ്പോൾ തന്നെ അയ്യേ എന്നൊക്കെ ഉള്ള രീതിക്കാണ് തോന്നുന്നത്. പിന്നെ സിജോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എടുത്ത് പറയണം. ഇന്നത്തെ എപ്പിസോഡിനകത്ത് സിജോ അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്തതാണ് എനിക്ക് പറയാനുള്ള. രതീഷിനോട് നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് പലതും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായത്. ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോൾ തനിക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ സുരേഷിനെ താൻ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും തനിക്ക് അത് ഭയങ്കര ഇതാണല്ലേ വിഷമമുള്ളേ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പുള്ളി ചോദിക്കുക. പിന്നെ അർജുനും അത്യാവശ്യം സംസാരിക്കണമൊക്കെ ഉണ്ടായി, അതും അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ലാസ്റ്റ് ആൻഡ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിനകത്തേക്ക് രതീഷിനെയും നമ്മുടെ സിജോനെയൊക്കെ വിളിച്ചിട്ട് കുറേ രീതിക്കൊക്കെ ചീത്ത പറഞ്ഞിട്ടൊക്കെയായിരുന്നു വിട്ടത്. അപ്പോൾ ഈ രതീഷിൻ്റെ മിക്കവാറും രതീഷ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ പോവുകയാണ് ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിന്നിട്ട് മതിയായി ബിഗ് ബോസ് നിങ്ങൾക്കുള്ള രീതിക്ക് പുള്ളി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറച്ചിലും അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഈ ഒരു ചെയ്ത്തും ഒക്കെ വെച്ചിട്ട് പുള്ളി മിക്കവാറും പുറത്തു പോകാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാര്യം അമ്മാതിരി പ്രവൃത്തിയാണ് പുള്ളിക്കാരനെ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ആർക്കും അതായത് രതീഷ് ഫാൻസിനൊന്നും വിഷമമുണ്ട. കാര്യം ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് പറയുന്ന പല കാര്യങ്ങളും അനുസരിക്കാണ്ട് വന്നാൽ
അവർ പിടിച്ച് പുറത്താക്കും. അതിനകത്ത് ഇപ്പോൾ ഇരുന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് എത്രയാണ് അതിനകത്ത് പറയാനുള്ള, പക്ഷേ രതീഷൊന്നും പോകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എത്രയാണ് അതിനകത്ത് പറയാനുള്ള. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.